ശ്രീഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ വൃദാസുതം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാപുരാണം മാഹാത്മ്യം 3-ാമത്തെ അധ്യായം. സനകാദികളുടെ ഭാഗവത കഥനം. നാരദ ഉവാച ജ്ഞാനയജ്ഞം കരിഷ്യാമി ശുഖശാസ്ത്രഗതോജ്വലം ഭക്തിജ്ഞാനവിരാഗാണാം സ്ഥാപനാർത്ഥം പ്രയത്നത. നാരദർ പറഞ്ഞു, ഭവാന്മാരായ നിങ്ങൾ അരുളി ചെയ്ത പ്രകാരം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ സ്ഥാപനത്തിനായി ഞാൻ ശ്രീ ശുഖമുനി അരുളി ചെയ്ത കഥയിൽ പ്രകാശിക്കുന്നതായ ജ്ഞാനയജ്ഞം ചെയ്യുന്നതാണ്. വേദാന്ത വിചാരവും നല്ലതാണ് എങ്കിലും അതിനേക്കാൾ ഉത്തമമാണ് ഭാഗവത ശാസ്ത്രമാകുന്ന ജ്ഞാനയജ്ഞം എന്ന് അർത്ഥം. കുത്രകാര്യോ മയാ യജ്ഞ സ്ഥലം തദ്വാച്യതാമിഹ മഹിമാ ശുഖശാസ്ത്രസ്യ വക്തവ്യോ വേദപാരകേ. ഇനി നാരദ ചോദിക്കുന്നത് ആ ജ്ഞാനയജ്ഞം നടത്തുന്നതിന് യോജിച്ച സ്ഥലകാല വിധികളെ പറ്റിയാണ്. വേദപാരംഗതന്മാരായ ഭഗവാന്മാർ സുഖശാസ്ത്രമായ ഭാഗവതയജ്ഞത്തിൻ്റെ മഹാത്മ്യം എന്താണെന്നും അത് നടത്താൻ യോജിച്ച സ്ഥലം ഏതാണെന്നും എന്നോട് അരുളി ചെയ്യണം. ദിവസേഷാഭ്യ ശ്രീമദ് ഭാഗവതീ കഥാ കോവിധിസ്തത്ര കർത്തവ്യോ മമേദം ബ്രുവദാമിത. ശ്രീമദ് ഭാഗവത കഥ എത്ര ദിവസം കൊണ്ടാണ് കേൾക്കേണ്ടത്, അത് നടത്തുന്നതിനുള്ള വിധികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അറിയേണ്ടതായതിനാൽ എന്നോട് അരുളി ചെയ്താലും. കുമാര ഊജുഹു ശൃണു നാരദ വക്ഷ്യാമോ വിനമ്രായ വിവേകിനെ ഗംഗാദ്വാര സമീപേതു തടമാനന്ദനാമകം നാനാ ഋഷിഗണേ ജുഷ്ടം ദേവസിദ്ധി നിഷേവിതം നാനാതരുലതാകീർണം നവകോമളവാലുകം. കുമാരന്മാർ പറഞ്ഞു, ഹേ നാരദ, വിനയവും വിവേകവുമുള്ള അങ്ങ് കേട്ടാലും ഗംഗാദ്വാരത്തിന് സമീപം, അതായത് ഇന്നത്തെ ഹരിദ്വാർ, ആനന്ദം എന്നു പേരുള്ള ഒരു തടമുണ്ട്. അനേകം തരുലതാദികളാൽ അതികോമളമായ വനപ്രദേശമായ അവിടെ നാനാ ഋഷിഗണങ്ങൾ വന്ന് സേവിക്കും. ദേവന്മാരും സിദ്ധന്മാരും അവിടെ ഭഗവാനെ സേവിക്കാൻ എത്തും. രമ്യമേകാന്തദേശസ്ഥം ഹേമപത്മസുസൗരഭം യത് സമീപസ്ഥജീവാനാം വൈരം ചേതസിന സ്ഥിതം ജ്ഞാനയജ്ഞസ്ത്വയാ തത്ര കർത്തവ്യോ ഹ്യപ്രയത്നത അപൂർവരസരൂപാജ കഥാ തത്ര ഭവിഷ്യതി. അതിരമ്യവും വിജനവുമായ ആ സ്ഥലത്ത് സ്വർണ്ണത്താമര പൂക്കൾ വിടർന്ന് ശോഭിക്കുന്നുണ്ട്. അതിന് സമീപത്ത് വസിക്കുന്ന യാതൊരു ജീവികളുടെയും ചിത്തത്തിൽ തമ്മിൽ വൈരമുണ്ടാവുകയില്ല. അതിനുള്ള പ്രയത്നവും ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ അത്യന്തം രസാവഹവും അപൂർവവുമായ ഭഗവത് കഥാപ്രസംഗം അവിടെ സദാ നടന്നുകൊണ്ടിരിക്കും. അത്രത്തോളം മഹാത്മ്യമുള്ള അവിടെ വെച്ച് ഭാഗവത ജ്ഞാനയജ്ഞം നടത്തുക. പുരസ്തം ദുർബലം ചൈവ ജരാകീർണകളേവരം തദ്വയം ച പുരസ്കൃത്യ ഭക്തി തത്രാഗമിഷ്യതേ യത്ര ഭാഗവതീ വാർത്ത തത്ര ഭക്ത്യാധികം വ്രജേത് കഥാശബ്ദം സമാകർണ്യ തത്രികം തരുണായതേ. ജരയാൽ ജീർണിച്ച ശരീരത്തോടെ ദുർബലന്മാരായി തളർന്നു കിടക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന 2 പുത്രന്മാരോടുകൂടി ഭക്തി അവിടെ എത്തിച്ചേരും. ഭാഗവത കഥാപ്രസംഗം എവിടെ നടക്കുന്നുവോ അവിടെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ 3 പേരും എത്തിച്ചേരാതെ ഇരിക്കുകയില്ല എന്ന് മാത്രമല്ല യൗവനയുക്തരായി തീരുകയും ചെയ്യും എന്ന് സംശയമില്ല. ശ്രീരാമചരിതോച്ചാരേ വായുസൂനോ സമാഗമ മഹാഭാരത സംശ്രാവേ യശ്വത്താമാസ്തഥാ വിരാമേ നിർഗമോ വിത്ത കിംവദന്തീതി നിശ്ചിതം എന്ന് പ്രസിദ്ധമാണ്. അതായത് രാമചരിതം ഉച്ചരിക്കുന്ന ദിക്കിൽ വായുപുത്രനായ ഹനുമാനും മഹാഭാരത കഥ പറയുന്നിടത്ത് അശ്വത്ഥാമാവും സമാഗമിക്കും. കഥ പറഞ്ഞു തീരുമ്പോൾ നിർഗമിക്കുകയും ചെയ്യും. അതുപോലെ ഭാഗവത കഥ പറയുന്നിടത്ത് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ എത്തുകയും പുഷ്ടി പ്രാപിക്കുകയും ചെയ്യും. സൂതവാച ഏവമുക്ത കുമാരസ്തേ നാരദേന സമം തഥാ
ഗംഗാതടം സമാജഗ്മോ കഥാപാനായ സത്വരാഹ. സൂതൻ പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞ ശേഷം സനകാദികുമാരന്മാർ നാരദരോടൊപ്പം ബദര്യാശ്രമത്തിൽ നിന്ന് അതിവേഗം പുറപ്പെട്ട് ഗംഗാതടത്തിൽ ഹരിദ്വാരത്തിൽ എത്തി കഥാപാനം ചെയ്യാൻ ആഗ്രഹിച്ചെത്തിയ ജനങ്ങളുമായിട്ട് ചേർന്നു. യഥായാഥാസ്തടം തേതു തഥാ കോലാഹലോപ്യഭൂത് ഭൂർലോകേ ദേവലോകേ ച ബ്രഹ്മലോകേ തദൈവ ച. അവർ ഗംഗാതടത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഭൂലോകത്തിലും ദേവലോകത്തിലും ബ്രഹ്മലോകത്തിലും സന്തോഷ സൂചകമായി കോലാഹല ശബ്ദം ഉണ്ടായി. ശ്രീ ഭാഗവത പീയൂഷാപാനായ രസലംബടാഹ ധാവന്തോപ്യായു സർവേ പ്രഥമം യേജ വൈഷ്ണവാഹ. ശ്രീ ഭാഗവതാമൃതം ആസ്വദിക്കാൻ തൽപരരായ വൈഷ്ണവന്മാർ ത്വരയോടുകൂടി ആദ്യം അവിടെ വന്നു ചേർന്നു. ഭൃഗുർ വസിഷ്ഠശ്ച വനശ്ച ഗൗതമോ മേധാതിഥിർ ദേവലദേവരാദോ രാമസ്തഥാ ഗാദിസുതശ്ച ശാകലോ മൃഗണ്ഡുപുത്രാ ത്രിജ പിപ്പലാദാ. ഭൃഗുർ വസിഷ്ഠശ്ച വനശ്ച ഗൗതമോ മേധാതിഥിർ ദേവലദേവരാദോ രാമസ്തഥാ ഗാദിസുതശ്ച ശാകലോ മൃഗണ്ഡുപുത്രാ ത്രിജ പിപ്പലാദാ. യോഗേശ്വരോ വ്യാസപരാശരോ ഛായാശു ഗോജാഞ്ജലിജന്മുഖ്യ സർവേപ്യമീ മുനിഗണാ സഹ പുത്രശിഷ്യ സസ്ത്രീഭിരായുരതി പ്രണയേന യുക്താഹ. ആരൊക്കെ എത്തിച്ചേർന്നു എന്ന് പറയാണ്. ഭൃഗുമഹർഷി, വസിഷ്ഠൻ, ചവനൻ, ഗൗതമൻ, മേധാതിഥി, ദേവലൻ, ദേവനാഥൻ, പരശുരാമൻ, വിശ്വാമിത്രൻ, ശാകലൻ, മാർക്കണ്ഡേയൻ, അത്രിമഹർഷി, പിപ്പലാദന്മാർ, യോഗേശ്വരനായ വ്യാസർ, പരാശരൻ, ശുഗദേവൻ, ജാജലി, ജന്നു എന്നീ മുനി പ്രമുഖന്മാർ അവിടെ അവരുടെ പുത്രന്മാരോടും ശിഷ്യഗണങ്ങളോടും ഭാര്യമാരോടുമൊപ്പം ഏറ്റവും പ്രേമയുക്തന്മാരായിട്ട് അവിടെ ആവിർഭവിച്ചു. ഇവരെല്ലാം ഭാര്യാപുത്ര ശിഷ്യ സമേതം എത്തിച്ചേർന്നത് ഈ ഭാഗവത സമ്പ്രദായത്തെ പ്രത്യക്ഷത്തിൽ കാട്ടിക്കൊടുത്ത് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അതായത് കുടുംബസമേതം വരിക എന്ന ആചാരം കാണിക്കാൻ. വേദാന്താനി ജ വേദാശ്ച മന്ത്രസ്തന്ത്ര സമൂർത്തയ ദശ സപ്തപുരാണാനി ഷഡ്ശാസ്ത്രാണി ദദായയുഹു. ഭാഗവതത്തിൻ്റെ വൈശിഷ്ട്യം മനസ്സിലാക്കാൻ മുനിമാർ മാത്രമല്ല എത്തിയത്. വേദാന്തങ്ങളായ 10 ഉപനിഷത്തുക്കൾ, 4 വേദങ്ങൾ, സഞ്ജീവനാദികളായ മന്ത്രങ്ങൾ, നാരദ പഞ്ചരാത്രം തുടങ്ങിയ തന്ത്രങ്ങൾ, നിരുക്തം, വ്യാകരണം, ഛന്ദസ്, കൽപ്പം, ശിക്ഷ എന്നീ 6 ശാസ്ത്രങ്ങൾ, 17 പുരാണങ്ങൾ, അതായത് ഭാഗവതം 18ാമത്തെ പുരാണമാണല്ലോ, എന്നിവ എത്തിച്ചേർന്നു. ഗ്രന്ഥങ്ങൾ എങ്ങനെയാണ് ഭാഗവതം കേൾക്കാൻ എത്തിച്ചേർന്നത് എന്ന് സംശയമുണ്ടാകും. ഇവയ്ക്കെല്ലാം അധിഷ്ഠാന ദേവതകളുണ്ട്. സമൂർത്തയെ എന്ന് പറഞ്ഞത് ഇവയെല്ലാം ദേവതാരൂപത്തിൽ വന്നു എന്ന് സൂചിപ്പിക്കാനാണ്. ഗംഗാദ്യ സരിതസ്തത്ര പുഷ്കരാദിസരാംസിജ ക്ഷേത്രാണി ജതിശ സർവ ദണ്ഡകാദിവനാനിജ. ഭാഗവത പീയൂഷം ആസ്വദിക്കാൻ ഗംഗ അവിടെ തന്നെ ഉണ്ട്. പിന്നെ യമുന, ഗോദാവരി, സരസ്വതി തുടങ്ങിയ നദികൾ, പുഷ്കരം തുടങ്ങിയ തടാകങ്ങൾ, കുരുക്ഷേത്രം, കേദാരം തുടങ്ങിയ മഹാക്ഷേത്രങ്ങൾ, 10 ദിക്കുകൾ, ദണ്ഡകം തുടങ്ങിയ വനങ്ങൾ എന്നിവയെല്ലാം ദേവതാരൂപത്തിൽ എത്തിച്ചേർന്നു. നഗാദയോ യയുസ്തത്ര ദേവഗന്ധർവദാനവാഹ ഗുരുത്വാ തത്ര നായാതാൻ ഭൃഗു സംബോധ്യ ജാനയത്. മേരു തുടങ്ങിയ പർവ്വതങ്ങൾ, ദേവഗന്ധർവ യക്ഷ കിന്നരന്മാർ തുടങ്ങിയവരും എത്തി. ചില പാമരന്മാർ ഗ്രഹാദി വിഷയങ്ങളിലെ ആസക്തി നിമിത്തം വരാതിരുന്നു. ലോകഗുരുവായ ഭൃഗുമഹർഷി അവരെ ഭാഗവത മഹാത്മ്യം ബോധ്യപ്പെടുത്തി ആകർഷിച്ച് അവിടെ വരുത്തിച്ചു. ദീക്ഷിത നാരദേനാദത്തമാസനമുത്തമം കുമാരാവന്ദിത സർവേർ നിഷേധു കൃഷ്ണതൽപരാഹ. കഥ പറയാൻ ദീക്ഷിതന്മാരായ സനകാദികളെ നാരദരും അവിടെ എത്തിച്ചേർന്നവരായ സർവരും വന്ദിച്ചു. ശ്രീകൃഷ്ണന്റെ തൽപരരായ എല്ലാവരും നാരദമുനി നൽകിയ ആസനങ്ങളിൽ ഉപവിഷ്ടരായി. വൈഷ്ണവാശ്ച വിരക്താശ്ച ന്യാസിനോ ബ്രഹ്മചാരിണ മുഖഭാഗേ സ്ഥിതാസ്തേജ തദഗ്രേ നാരദസ്ഥിത. സദസ്സിലിരുന്നവരുടെ ക്രമത്തെ ഇനി പറയുന്നു. അഗ്രഭാഗത്ത് നാരദർ, മുഖ്യസ്ഥാനത്ത് വിഷ്ണുഭക്തന്മാരായ വൈഷ്ണവർ, പിന്നിൽ വിഷയവൈരാഗികളായ മുമുക്ഷുക്കൾ, പിന്നെ സന്യാസികൾ, അതിനുശേഷം ബ്രഹ്മചാരികൾ. ഈ ക്രമത്തിൽ ആസനസ്ഥരായി. ഏകഭാഗേ ഋഷിഗണ സദന്യത്ര ദിവൗഗസ വേദോപനിഷദോന്യത്ര തീർത്ഥാന്യത്ര സ്ത്രീയോന്യത. ഇനിയുള്ളവർ ഏത് സ്ഥാനത്തിരുന്നു എന്ന് പറയുന്നു. ഒരു ഭാഗത്ത് ഋഷിഗണങ്ങൾ, വേറൊരു ഭാഗത്ത് ദേവഗന്ധർവ കിന്നരന്മാർ, മറ്റൊരിടത്ത് വേദങ്ങളും ഉപനിഷത്തുക്കളും, മറ്റൊരു സ്ഥാനത്ത് തീർത്ഥങ്ങൾ,
അന്യസ്ഥാനത്ത് സ്ത്രീകൾ എന്നിങ്ങനെ വേണ്ട വിധത്തിൽ എല്ലാവരും ഇരുന്നു. ജയശബ്ദോ നമശബ്ദ ശംഖശബ്ദസ്തദൈവജ ചൂർണലാജ പ്രസൂനാനാം നിക്ഷേപാസു മഹാനഭൂത്. ആ സമയത്ത് ജയ ജയ ശബ്ദവും നമോ നമ ശബ്ദവും ശംഖനാദവും മുഴങ്ങി. സുഗന്ധദ്രവ്യങ്ങൾ, അതായത് കുന്തിരിക്കം, ഏലം, ലവംഗം, കർപ്പൂരം തുടങ്ങിയവ, പൊടിച്ചെടുത്ത ചൂർണം, പുഷ്പങ്ങൾ തുടങ്ങിയവ ധാരാളമായിട്ട് അവിടെ വർഷിക്കപ്പെട്ടു. വിമാനാനി സമാരുഹ്യ കിയന്തോ ദേവനായകാഹ കൽപ്പവൃക്ഷപ്രസൂനൈസ്താൻ സർവാം തത്ര സമാഗിരൻ. ദേവനായകന്മാരായ ചിലർ ദിവ്യ വിമാനങ്ങളിൽ കയറിയിരുന്നു കൊണ്ട് കൽപ്പവൃക്ഷത്തിൻ്റെ പുഷ്പങ്ങൾ അവിടെ കൂടിയവരുടെ മേൽ ധാരാളമായിട്ട് വർഷിച്ചു. സൂതൗവാച ഏവം ദേശേകചിത്തേഷു ശ്രീമദ് ഭാഗവതസ്യ ച മാഹാത്മ്യമൂജിരേ സ്പഷ്ടം നാരദായ മഹാത്മനെ. സൂതൻ പറഞ്ഞു, ഇപ്രകാരം സദസ്സിൽ കേൾക്കാനെത്തിയവരെല്ലാം ഒരേ വിഷയത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്ന അവസരത്തിൽ മഹാത്മാവായ നാരദരോട് സനകാദി മുനിമാർ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെ സ്പഷ്ടമായി ഉപദേശിച്ചു. കുമാര ഊജുഹു അതേ വർണ്യതേസ്മാഭിർ മഹ്യമാ ശുഖശാസ്ത്രജ യസ്യ ശ്രവണമാത്രേണ മുക്തികരതലേ സ്ഥിത. സനകാദികൾ പറഞ്ഞു, അങ്ങയ്ക്ക് മംഗളം. ശുഖശാസ്ത്രത്തിൻ്റെ മഹാത്മ്യത്തെ അങ്ങയോട് ഞങ്ങൾ വർണ്ണിച്ചു തരാം. അതിൻ്റെ ശ്രവണമാത്രയിൽ തന്നെ മുക്തി കൈക്കുമ്പളിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്നു. സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥ യസ്യാ ശ്രവണമാത്രേണ ഹരിശ്ചിത്തം സമാശ്രയേത്. ഭാഗവതം എത്ര ദിവസം കേൾക്കണം എന്ന് ചോദിച്ചതിന് സമാധാനമാണ് ഇവിടെ പറയുന്നത്. ശ്രീമദ് ഭാഗവത കഥ സദാ കേട്ടുകൊണ്ടിരിക്കുക. അത് കേൾക്കുന്ന മാത്രത്തിൽ ഹരിയിൽ മനസ്സുറയ്ക്കും. ഭാഗവതം എത്ര ദിവസം കേൾക്കണമെന്ന് നിയമമില്ല, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക. നിരന്തര ശ്രവണത്തിന് യോഗ്യമായതാണ് ഭാഗവതം എന്ന് സാരം. ശ്രവണമാത്രയിൽ തന്നെ ശ്രീഹരിയിൽ മനസ്സുറച്ച് പരമാനന്ദാനുഭൂതി ലഭിക്കും. ഗ്രന്ഥോ അഷ്ടാദശ സ്കന്ധ സംഹിത പരീക്ഷുക സംവാദ ശൃണു ഭാഗവതം ചതത്. ശ്രീമദ് ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളിലായി 18,000 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു. പരീക്ഷിത് മഹാരാജാവും ശ്രീ ശുഖബ്രഹ്മർഷിയും തമ്മിലുള്ള സംവാദമായിട്ടാണ് ഭാഗവതം ഉണ്ടായിട്ടുള്ളത്. ഹേ നാരദ, അത് അങ്ങ് കേട്ടാലും. താവത് സംസാരചക്രേസ്മിൻ ഭ്രമദേ ജ്ഞാനദപുമാൻ യാവത് കർണഗതാനാസ്തി സുഖശാസ്ത്രകഥാക്ഷണം. യാതൊരു പുരുഷന്റെ കർണപുടത്തിൽ സുഖശാസ്ത്രകഥ അല്പമെങ്കിലും പ്രവേശിക്കാതിരിക്കുന്നുവോ ആ കാലം വരെ അയാൾ സംസാരചക്രത്തിൽ കിടന്ന് ചുറ്റിത്തിരിയുന്നു. അതായത് ഒരുവന് ഭാഗവത കഥാശ്രവണത്തിന് ഭാഗ്യമുണ്ടായാൽ സംസാരചക്രത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും എന്ന് സാരം. കിം ശ്രുതേ ബഹുവിശാസ്ത്രേ പുരാണൈശ്ച ഭ്രമാവഹേ ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി. അനേക തരത്തിലുള്ള ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ എന്നിവ കേൾക്കുന്നത് കൊണ്ട് ഭ്രമങ്ങൾ ഉണ്ടാകുന്നതല്ലാതെ പൂർണ്ണഫലമില്ല. ഭാഗവത ശാസ്ത്രം ഒന്നു മാത്രം താൻ മുക്തി നൽകുമെന്ന് ഗർജിക്കുന്നു. കഥാ ഭാഗവതാസ്യാപി നിത്യം ഭവതി യദ്ഗ്രഹേ തദ്ഗ്രഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം. യാതൊരു ഗ്രഹത്തിലാണോ നിത്യം ഭാഗവത പാരായണം നടക്കുന്നത്, ആ ഭവനം ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ ഉള്ളവരുടെ പാപങ്ങളെല്ലാം കഥാശ്രവണം കൊണ്ട് നശിക്കുന്നു. അശ്വമേധ സഹസ്രാണി വാജപേയ ശതാ നിജ സുഖശാസ്ത്രകഥായാശ്ച കലാംനാർഹന്തി ഷോഡശീം. 1000 അശ്വമേധങ്ങളും 100 വാജപേയങ്ങളും നടത്തിയാൽ ലഭിക്കുന്ന ഫലം ഭാഗവത കഥയുടെ 16 ഒരു അംശം മഹാത്മ്യത്തിന് തുല്യമല്ല. താവത് പാപാനി ദേഹേസ്മിൻ നിവസന്തീതബോധനാഹ യാവന്ന ശ്രൂയതേ സമ്യക് ശ്രീമദ് ഭാഗവതം നരേഹി. ഏ തപോധനന്മാരെ, മനുഷ്യർ ഏതു കാലം വരെ ശ്രീമദ് ഭാഗവതം കേൾക്കാതിരിക്കുന്നുവോ അതുവരെ മാത്രമേ അവരുടെ ദേഹത്തിൽ പാപങ്ങൾ വസിക്കുകയുള്ളൂ. അതായത് ഭാഗവതം കേൾക്കുന്ന ഒരാളിനെ ബാധിക്കാൻ പാപങ്ങൾക്ക് ശക്തിയില്ല എന്ന് സാരം. ന ഗംഗാ ന ഗയാ കാശി പുഷ്കരം ന പ്രയാഗകം സുഖശാസ്ത്രകഥായാശ്ച ഫലേന സമതാം നയേത്. ഗംഗ, ഗയ, കാശി, പുഷ്കരം, പ്രയാഗം മുതലായ പുണ്യനദികളും ക്ഷേത്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ഒന്നും ഭാഗവതത്തിന് തുല്യം മഹാത്മ്യമുള്ളതല്ല. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ നിത്യം ഭാഗവതോത്ഭവം പടസ്വാസമുഖേനൈവ യതീച്ഛസി പരാം ഗതിം. ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ശ്ലോകമോ അതിൻ്റെ പകുതിയോ ഒരു വരിയോ സ്വന്തം നാവുകൊണ്ട് നിത്യവും ഉച്ചരിക്കുക. പരഗതി ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഭാഗവത പാനം തന്നെ സുഗമവും പരമവുമായ മാർഗം. ഭാഗവത പഠനമൊന്നും ആവാം,
സുഗമവും പരമവുമായ മാർഗം. വേദാതിർവേദമാദാച പൗരുഷം സൂക്തമേവ ച ത്രയീ ഭാഗവതം ചൈവ ദ്വാദശാക്ഷര ഏവ ച ദ്വാദശാത്മാ പ്രയാഗശ്ച കാലസംവത്സരാത്മക ബ്രാഹ്മണാശ്ചാഗ്നിഹോത്രം ച സുരഭിദ്വാദശീ തഥാ തുളസീ ച വസന്തശ്ച പുരുഷോത്തമ ഏവ ച ഏതേഷാം തത്വത പ്രാജ്ഞേർ ന പൃഥക് ഭാവയിഷ്യതേ. വേദങ്ങളുടെ ആദിയായ പ്രണവം, വേദങ്ങളുടെ മാതാവായ ഗായത്രി മന്ത്രം, 16 മന്ത്രങ്ങളടങ്ങിയ പുരുഷ സൂക്തം, വേദത്രയി, ഭാഗവതം, ദ്വാദശാക്ഷരി മന്ത്രം, അതായത് ഓം നമോ ഭഗവതേ വാസുദേവായ, ദ്വാദശാത്മാവായ സൂര്യൻ, പ്രയാഗം എന്നു പേരായ തീർത്ഥരാജ്യൻ, സംവത്സരാരംഭമായ കാലം, ബ്രാഹ്മണർ, അഗ്നിഹോത്രം, ആഗ്രഹിക്കുന്നതെല്ലാം തരുന്ന കാമധേനു, വിശിഷ്ടമായ ദ്വാദശി തിഥി, പുണ്യസസ്യമായ തുളസി, ഋതുക്കളിൽ മനോഹരമായ വസന്തം, സാക്ഷാൽ ഭഗവാൻ ശ്രീനാരായണൻ എന്നിങ്ങനെ 15 പേർക്കും അന്യോന്യം ഭേദമില്ലെന്നാണ് വിദ്വാൻമാർ അഭിപ്രായപ്പെടുന്നത്. ഇവരിൽ ഭേദം കാണുന്നത് അജ്ഞാനികളാണ്. യശ്ച ഭാഗവതം ശാസ്ത്രം വാച ഏതർത്ഥതോ നിശം ജന്മകോടികൃതം ഭാവം നശ്യതീനാത്ര സംശയ. യാതൊരുവൻ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവത ശാസ്ത്രം അർത്ഥവിചാരം ചെയ്ത് വായിപ്പിക്കുന്നുവോ അവൻ്റെ കോടി ജന്മങ്ങളിലുള്ള സർവ്വപാപങ്ങളും നശിച്ചു പോകും എന്നതിൽ സംശയമില്ല. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം തത്സത്.